ധനസുമോദ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. ആം ആദ്മി പാർട്ടിക്ക് അധികാര തുടർച്ച വേണം. അതിനപ്പുറത്തേക്ക് BJP-യുമായുള്ള നേരിട്ടുള്ള ഫൈറ്റിൽ ഒരു വലിയ പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നത്. ഒരു അധികാര തുടർച്ച കിട്ടിയാൽ, വീണ്ടും ജയിക്കാനായാൽ അത് BJP-യോടുള്ള മറ്റൊരു പ്രതികാരമായിരിക്കും. ആം ആദ്മി പാർട്ടിയുടെ കാര്യം അങ്ങനെ. BJP-യെ സംബന്ധിച്ചിടത്തോളം രാജ്യം 3 തവണ തുടർച്ചയായി പിടിച്ചിട്ടും ഡൽഹിയിൽ അധികാരം പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആം ആദ്മി പാർട്ടിയോട് വലിയൊരു ഫൈറ്റ് ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് താനും. അങ്ങനെ BJP-ക്കും ഇതൊരു അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസിന് തിരിച്ചു വരേണ്ടതുണ്ട്. കോൺഗ്രസിന് കഴിഞ്ഞ 3 ടേമായി അവർ അധികാരത്തിൽ നിന്ന് പുറത്താണ്. ഒരു തിരിച്ചുവരവ് ലക്ഷ്യം കാണുന്നുണ്ട്. ആ നിലക്ക് തീവ്രമായ ഒരു പ്രചാരണ യുദ്ധം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ ഈ തുടക്കത്തിൽ ആദ്യ മണിക്കൂറുകളിൽ കാണുന്നുണ്ടോ? കഴിഞ്ഞ തവണയിലൊക്കെ കണ്ടതിനേക്കാൾ മുകളിൽ പോളിംഗ് പെർസെൻറ്റേജ് പോകും എന്നുള്ളൊരു സൂചന ഈ ഘട്ടത്തിലുണ്ടോ ധനസുമോദ്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലേഡി ഇർവിൻ കോളേജിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ്. ഈ ബൂത്തിലാണ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ളവർ വോട്ട് ചെയ്യാൻ എത്തുന്നത്. ഇവിടെ രാവിലെ 15 ഡിഗ്രിയിൽ താഴെയായിരുന്നു തണുപ്പുണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും തണുപ്പിനെ വകവയ്ക്കാതെ നിരവധി പേരാണ് വോട്ട് ചെയ്യാൻ തന്നെ രാവിലെ എത്തിയിരിക്കുന്നത്. ഇതൊരു പ്രധാനമായിട്ടുള്ളൊരു VIP ബൂത്താണ്. ഇതുകൂടാതെ ഡൽഹിയിലെ ഔട്ടർ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് ശതമാനം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ നഗര കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണം കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്, ഈ MLA-മാർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദിനേശ് മൊഹാനിയ ആം ആദ്മി MLA ആണ്. സംഘം വിഹാറിൽ അവർക്കെതിരെ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടി നൽകിയ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഫ്ലൈയിങ് കിസ് നൽകി എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഡൽഹി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നേരത്തെ ആം ആദ്മി MLA ഓഖ്ലയിലെ വിധാനസഭയിലെ MLA അമാനത്തുള്ള ഖാനെതിരെയും ജാമിയ നഗർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വരുന്ന കന്നി വോട്ടർമാർക്ക് ഒരു ചെടി നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വോട്ടിങ്ങിലേക്ക് കൂടുതൽ ആളുകൾ എത്തണം എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഇപ്പോൾ കൂടുതൽ പേരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ ഇനി ഒരു 9 മണിയോടുകൂടി ഈ ബൂത്തിൽ കൂടുതൽ പേർ വോട്ട് ചെയ്യാനെത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. 8:15 അരവിന്ദ് കെജ്രിവാളും മനീഷ് 8:30 അരവിന്ദ് കെജ്രിവാളും അതിന് പിന്നാലെ മനീഷ് സിസോദിയയും വോട്ട് ചെയ്യുമെന്നാണ് ആം ആദ്മി പാർട്ടികൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആം ആദ്മി പാർട്ടിക്ക് പ്രതികാരം എന്നതിന് ഉപരിയായിട്ട് അവർക്കൊരു പിടിച്ചു നിൽപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കൂടിയാണ്. കാര്യം നേരത്തെ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ, ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചാൽ ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. അതേസമയം ഞാൻ തോറ്റുപോയാൽ, ആം ആദ്മി അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതിനർത്ഥം മദ്യനയ അഴിമതിയിൽ തങ്ങൾ കുറ്റക്കാരനാണെന്നാണ്. കാര്യം ജനകീയ കോടതിയിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടാവുന്ന എല്ലാ ആയുധവും എടുത്ത് ആം ആദ്മി പാർട്ടി ഇവിടെ BJP-ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അധികമായി വോട്ട് മഹാരാഷ്ട്രയിലെ പോലെ തന്നെ അധികമായി വോട്ട് ചേർക്കാൻ എത്തുന്നത് തടയും എന്ന് തന്നെയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ഹിമാചൽ പ്രദേശിൻ്റെ വോട്ടുകളുടെ അത്രയും എണ്ണം അല്ലെങ്കിൽ അതിലേക്കാൾ കൂടുതൽ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ BJP മഹാരാഷ്ട്രയിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ വലിയ രാഷ്ട്രീയമായ ഒരു അട്ടിമറിയാണ് പ്രാതിനിധ്യ നിയമം അനുസരിച്ച് തന്നെ അതിന് എതിരായിട്ടുള്ള ഒരു അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ നടന്നതെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. കോൺഗ്രസ് പലതും ഇതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടി ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്നതും വെട്ടിമാറ്റുന്നതും എല്ലാം മനസ്സിലാക്കുകയും ഓരോ വിഷയങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തുകയും ഒരു ദിവസം 3ഉം 4ഉം പത്രസമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കടുത്ത പോരാട്ടം തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ ആം ആദ്മി പാർട്ടി മത്സരിച്ച് പരാജയപ്പെട്ടാൽ ആ പാർട്ടി തന്നെ ഡൽഹിയിൽ ഇല്ലാതാകും എന്നുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നിൽക്കുന്നത്. താഴെത്തട്ടിലെ വോട്ടർമാരുടെ ഒരു പിന്തുണ ആം ആദ്മിക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേസമയം വരേണ്യവർഗത്തിൻ്റെ പിന്തുണ BJP-ക്കാണ്. അവർ അങ്ങോട്ടാണ് ചാഞ്ഞു നിൽക്കുന്നത്. അതേസമയം മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മധ്യവർഗത്തിൻ്റെ വോട്ടാണ്. ഇവിടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതുകൂടാതെ ഈ ബജറ്റിൽ 12 ലക്ഷം വരെ ആദായ നികുതി വരുമാനമുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നു. ഇതെല്ലാം ഒരു 60% വരുന്ന മധ്യവർഗ വോട്ടർമാരെ വലിയധികം സ്വാധീനിക്കും എന്ന് തന്നെയാണ് BJP കരുതുന്നത്. ആ തരത്തിലുള്ള ഒരു ബലാബലത്തിലുള്ള ഒരു പോരാട്ടത്തിലാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.